അപ്പോൾ ഇന്ന് നമ്മൾ എയ്തറിൻ്റെ ഷോറൂമിലാട്ടോ വന്നത്. നമുക്ക് എയ്തറിൻ്റെ ഷോറൂം വിസിറ്റ് നോക്കാം. ഉള്ളിൽ ആരോടൊക്കെ ചോദിച്ചിട്ട് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്, എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് അന്വേഷിച്ചറിയാം. അപ്പോൾ ഭയങ്കര സൗണ്ടാണ്, നമുക്ക് ഉള്ളിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് എയ്തറിൻ്റെ വിശേഷങ്ങൾ അറിയാം. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ എയ്തർ സർവീസ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ എയ്തറിൻ്റെ ഷോറൂമിൽ ഒരു ഷോറൂം വിസിറ്റ് എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് ഓഫേഴ്സ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ, നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. അപ്പോൾ നമ്മളിവിടെ ഒരു സെയിൽസ് മാനേജറെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിയോട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇതാണ്. അപ്പോൾ ഞാൻ വരുന്നത് ബ്രോ. അപ്പോൾ ഇത് ഏതാണ് ഷോറൂം? ഏതാണ് നമ്മൾ വരുന്നത്? ബ്രിഡ്ജ് വേ എനർജി അരീക്കാടുള്ള ഷോറൂം. നമുക്ക് ഷോറൂംസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ താമരശ്ശേരി, ബാലുശ്ശേരി, കൊടുവള്ളി വരുന്നുണ്ട്. പിന്നെ വയനാട് ഇപ്പോൾ കൽപ്പറ്റയിൽ നമ്മൾ റീസെൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കാസർഗോഡ് നമുക്ക് ബ്രിഡ്ജ് വേ എനർജിയുടെ ഷോറൂംസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പം ഞാൻ യൂണീക്കായിട്ട് നോക്കാൻ വിചാരിച്ചത് റിസ്റ്റേനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനാണ്. അപ്പോൾ നമുക്കൊന്ന് റിസ്റ്റേനെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. എന്തൊക്കെയാണ് റിസ്റ്റ് എന്ന് പറഞ്ഞ മോഡൽ വരുന്നത്? ഇതാണ്. ഓക്കെ, ഇതാണ് റിസ്റ്റ് വരുന്നത്. റിസ്റ്റയ്ക്ക് വരുമ്പോൾ നമുക്ക് 3 വേരിയൻ്റ് ആണ് വരുന്നത്. 3 വേരിയൻ്റ് വരുന്നത് ഒന്ന് ബേസ് മോഡൽ, പിന്നെ മിഡിൽ, പിന്നെ ഫുൾ ഓപ്ഷൻ. ഓക്കെ. ഇപ്പോൾ നമുക്ക് ഫുൾ ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് റേഞ്ച് കിട്ടുന്നത് 125 കിലോമീറ്റർ റേഞ്ച് കിട്ടും. അതിൻ്റെ ബാറ്ററിയുടെ കപ്പാസിറ്റി വരുന്നത് 3.7 ആണ്. നമുക്ക് വീട്ടിൽ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 5.25-6 മണിക്കൂറിന് ഫുൾ ചാർജ് ആവും വണ്ടി. പിന്നെ വരുന്നത് വെച്ചാൽ അതിൻ്റെ റേറ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 1.91 വരുന്നത്. ഇത് ഓൺ റോഡ് പ്രൈസ് ആണല്ലോ? ഓൺ റോഡ് പ്രൈസ്. ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ 1.91 വരുന്നത്. നമുക്ക് പിന്നെ ഫീച്ചേഴ്സ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഗൂഗിൾ മാപ്പിൻ്റെ ആക്സസ് കിട്ടുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രിഡ് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ അത് നമുക്ക് സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. പിന്നെ വരുന്ന വേറെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഡോക്യുമെൻറ്റ് സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഫീച്ചറും ഉണ്ട്. അതായത് നമുക്കിപ്പോൾ ലൈസൻസ്, ഇൻഷുറൻസ്, RC ഒക്കെ നമ്മളൊരു ആപ്പുണ്ട്. ആപ്പിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പോലീസ് ചെക്കിങ് അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുക പോലും വേണ്ട, അല്ലാതെ നമുക്ക് സ്ക്രീനിൽ തന്നെ കാണാം. അഡീഷണൽ ആയിട്ടൊരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മാജിക് ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ത്രോട്ടിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഒരു കൺവീനിയൻസ് ബ്രേക്കിംഗ് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് പാഡിൻ്റെ തേയ്മാനം സംഭവിക്കുന്നത് കുറയ്ക്കാനും പറ്റും. അതേപോലെ തന്നെ റീജനറേഷൻ സംഭവിക്കും. അതായത് നമുക്ക് ചാർജ് ഫുൾ സൈക്കിൾ നമുക്ക് ഒരു 7 to 14% നമുക്ക് റിവേഴ്സ് ചാർജ് കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ എക്കോണമിക്കായിട്ട് ഓടിക്കാനും റേഞ്ച് കൂട്ടൂല്ലേ? റേഞ്ച് കൂടുതൽ കിട്ടും അതിനനുസരിച്ച്. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്കിഡ് കൺട്രോൾ. വണ്ടി സ്കിഡ് ആവാതിരിക്കാൻ വേണ്ടി കൺട്രോളും വരുന്നത്. ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ അല്ലേ, മഴക്കാലം വെക്കുമ്പോൾ സ്കിഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കണ്ടീഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി കുറച്ചുകൂടെ സേഫ്റ്റിയാണ്. മറ്റ് വണ്ടി വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ സേഫ്റ്റി കൂടുതലാണ് അതിന്. ബ്രോ, അപ്പം റിസ്റ്റൻ്റെ സെക്കൻഡ് മോഡൽ എന്താണ് ഉള്ളത്? നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ്, എന്താ ഡിഫറൻസ് ഒന്നും കാര്യങ്ങളൊന്നും പറഞ്ഞു. ഓക്കെ. അപ്പം നമുക്ക് റിസ്റ്റൻ്റെ സെക്കൻഡ് വേരിയൻ്റ് എന്ന് പറയുമ്പോൾ മിഡിൽ വേരിയൻ്റ് ആണ്. അതായത് റിസ്റ്റ സെഡ് LR. ഫുൾ ഓപ്ഷൻ വരുമ്പോൾ റിസ്റ്റ സെഡ് HR ആണ്. ഇപ്പോൾ റിസ്റ്റ സെഡ് LRന് നമുക്ക് IDC റേഞ്ച് വരുന്നത് 126 ആണ്. അതിൽ നമുക്ക് ട്രൂ റേഞ്ച് 100 കിലോമീറ്റർ റേഞ്ച് കിട്ടും. അതിൽ നമുക്ക് ബാറ്ററിയുടെ കപ്പാസിറ്റി വരുന്നത് 2.9 ആണ്. പിന്നെ നമുക്ക് ചാർജിങ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്കൊരു 7 to 7:30 അവേഴ്സ് ആണ് നമുക്ക് ചാർജ് ഫുൾ ടൈം ചാർജ് എടുക്കുക. അത് നമ്മളിപ്പോൾ വീട്ടിൽ ചാർജ് ചെയ്യുമ്പോഴാണോ? വീട്ടിൽ ചാർജ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു 7-7.5 മണിക്കൂറിൽ ഫുൾ ചാർജ്. നമ്മൾ ഗ്രിഡിലൊക്കെ ചെയ്യാൻ എത്ര വരും? ഗ്രിഡിലാണെങ്കിലും 3 വേരിയന്റിലും ഒരേ സെയിം ടൈമിംഗിലാണ്. അതായത് ഇപ്പം 0-ൽ നിന്ന് നമുക്ക് ഗ്രിഡിൽ 80% ആകുമ്പോൾ കംപ്ലീറ്റ് കട്ട് ഓഫ് ആവും. ഒരു ഫീച്ചറാണ്, സെക്യൂരിറ്റി ഫീച്ചറാണല്ലോ. അതെ. അപ്പം നമുക്ക് 80% വരെ നമുക്ക് 0-ൽ നിന്ന് 80% ടൈം ആവാനായിട്ട് നമുക്ക് 1 hour 20 minutes ആണ്. പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ വരുന്ന ഗ്രിഡ് യൂസ് ചെയ്യുന്ന കസ്റ്റമർ ആയാലും 0-ൽ നിന്നാണല്ലോ ചാർജ് ചെയ്യുന്നത്. അവർക്ക് ചിലപ്പം വണ്ടിയിൽ 15%, 20%, അത് അപ്പം ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരുടെ ചാർജിങ് ടൈം. അപ്പം അവർ ആവറേജ് ഒരു 40, 50, 60 മിനിറ്റ് കൊണ്ടൊക്കെ 80% ചാർജ് ആക്കി ഇവിടെ കസ്റ്റമർ കൊണ്ടുപോകുന്നുണ്ട് ഗ്രിഡ് യൂസ് ചെയ്ത്. പിന്നെ 80% ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഓടാനുള്ള ചാർജ് കിട്ടുന്നുണ്ട്. നമുക്ക് 100 കിലോമീറ്റർ റേഞ്ചുള്ള വണ്ടിയുടെ ആണെങ്കിൽ 80 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ബേസ് മോഡലിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ ബേസ് മോഡൽ വരുമ്പോൾ നമുക്ക് സ്ക്രീനിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാ അനലോ ടൈപ്പുള്ള സ്ക്രീനാണ് വരുന്നത്. ഇപ്പം മിഡിലും ഫുൾ ഓപ്ഷനും വരുമ്പോൾ TFT ഡീപ് വ്യൂ സ്ക്രീനാണ്. അതൊരു കളർ ടൈപ്പ് സ്ക്രീനാണ്. കാണിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ. അഡ്വാൻസ് ഉള്ള സ്ക്രീനാണ്, നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ സ്ക്രീനിൽ വരുന്നത് വെച്ചാൽ ബേസ് മോഡലിൽ വരുമ്പോൾ നമുക്ക് റേഞ്ച് വരുന്നത് IDC റേഞ്ച് 123 ആണ്. നമുക്ക് ട്രൂ റേഞ്ച് 100 കിലോമീറ്റർ റേഞ്ച് കിട്ടും. അതായത് നമുക്ക് മിഡിൽ ഓപ്ഷനിലെ റേഞ്ച് തന്നെയാണ് ബേസ് മോഡലിൽ വരുന്നത്. അതേപോലെ തന്നെ ബാറ്ററിയുടെ കപ്പാസിറ്റി ആണെങ്കിലും 2.9 ആണ്. മിഡിലെ 2.9 പോലെ തന്നെയാണ് ബേസിൽ വരുന്നത് 2.9. ചാർജിങ് ടൈം സെയിം ആണ്, 7 to 7:30 അവേഴ്സ് ആണ് ഫുൾ നമുക്ക് വീട്ടിൽ ചാർജ് ചെയ്യുമ്പോൾ ടൈം എടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന നമുക്ക് ചാർജർ വരുന്നത് വെച്ചാൽ 375 വാട്ടിൻ്റെ ചാർജറാണ്. ബേസ് ആണെങ്കിലും മിഡിലാണ്.
അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും ബേസും മിഡിലും നമ്മൾ എന്താണ് ഡിഫറൻസ് എന്നുള്ളത്. ബേസും മിഡിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അനലോ ടൈപ്പുള്ള സ്ക്രീനാണ്, അതായത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഗൂഗിൾ മാപ്പ് ഒന്നും വേണ്ട. അതെ. പിന്നെ അവർക്ക് ഗൂഗിൾ മാപ്പ് അല്ല വരുന്നത്, അവർക്ക് നമുക്ക് ബേസ് ബോളിൽ വരുമ്പോൾ ടേൺ ബൈ ടേൺ നാവിഗേഷൻ ആണ്. നമുക്ക് അങ്ങനെ ഉണ്ട്. അപ്പൊ നമുക്കിപ്പം ഏത് ലൊക്കേഷനിൽ പോകണമെങ്കിലും നമുക്ക് എല്ലാ ഡയറക്ഷനും കാണിക്കും, ലെഫ്റ്റ് റൈറ്റ് സ്ട്രേറ്റ് മാത്രമല്ല. ഒരു യു ടേണും കാര്യങ്ങളും ഒരു റൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ 8, 10, 12 ഡയറക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഡയറക്ഷൻ എല്ലാം കൃത്യമായിട്ട് കാണിച്ചു. ഇനി യു ടേൺ ആണെങ്കിൽ യു ടേണിന്റെ സിമ്പിൾ വരെ വണ്ടിയിൽ കാണിച്ചു കൊടുക്കും, കറക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷനും കാര്യങ്ങളും. എനിക്ക് തോന്നുന്നു വല്ലാതെ ഓട്ടമില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഓട്ടമില്ലാന്നല്ല, വല്ലാതെ പൈസ മുടക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അതും എടുക്കാം, അവർക്ക് എടുക്കാം. നമ്മളിവിടെ കൊടുക്കുന്നത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണം, വണ്ടി കൊടുക്കുക. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് എന്താണ് പർപ്പസും കാര്യങ്ങളും നമ്മൾ ചോദിച്ചറിഞ്ഞിട്ട് അവർക്ക് ഏത് വണ്ടിയാണ് അവർക്ക് സ്യൂട്ട് ആവുന്നത് അതായിരിക്കും നമ്മൾ ഇവിടുന്ന് കസ്റ്റമർക്ക് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളിന്ന് വ്യത്യാസം വരുന്നത്. ടേൺ ബൈ ടേൺ നാവിഗേഷൻ ബേസ് മോഡൽ വരുമ്പോൾ പിന്നെ സ്ക്രീനിൽ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ നമ്മൾ മിഡിലും ഫുൾ ഓപ്ഷനും പറഞ്ഞ ആ ഒരു അഡീഷണൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ബേസ് മോഡൽ ഉണ്ടാവില്ല. അതായത് മാജിക് ഡിസ്റ്റൻസ് സ്കിഡ് കൺട്രോൾ അതുപോലത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളും, ഗൂഗിൾ മാപ്പിൻ്റെ ആക്സസും, ഗ്രിഡ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്രിഡ് സ്ക്രീനിൽ കാണാൻ പറ്റത്തില്ലെങ്കിൽ പോലും ബേസ് മോഡൽ എടുക്കുന്ന കസ്റ്റമർക്ക് നമുക്ക് അവരുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഗ്രിഡിൻ്റെ നിയർ ബൈ ചാർജിങ് ലൊക്കേഷൻ ഒക്കെയാണോ കാണാൻ പറ്റുന്നത്? അതെ അതെ, നമുക്ക് അതേപോലെ നാവിഗേറ്റ് ചെയ്യാനും പറ്റും. ടേൺ ബൈ ടേൺ നാവിഗേഷൻ ചെയ്യാൻ പറ്റും. സെൻഡ് ടു സ്കൂട്ടർ കൊടുത്തോളം ഓപ്ഷൻ ഉണ്ട്. അതായത് ആപ്പിൽ നിന്ന് സെൻഡ് ടു സ്കൂട്ടർ കൊടുക്കുമ്പോൾ അതെ അതെ. ഇതാണ് ഇത് മൂന്ന് പേരിന് നമ്മളൊരു വ്യത്യാസം വരുന്നത്. ഇപ്പോൾ ബേസ് മോഡൽ നമുക്ക് റേറ്റ് വരുന്നത് വെച്ചാൽ 147 ബേസ് മോഡൽ റേറ്റ് വരിക. മിഡിലാണെങ്കിൽ 168, ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ 191. ഓൺ റോഡ് പ്രൈസ്, അതായത് ഇൻക്ലൂഡിങ് GST, അതേപോലെ തന്നെ റോഡ് ടാക്സ്, ഇൻഷുറൻസ്, എല്ലാ രജിസ്ട്രേഷൻ ചാർജ്, പ്രോപ്പാക്ക് ഉൾപ്പെടെയാണുള്ള റേറ്റ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളാണ്. നമുക്കിപ്പം ഗൂഗിൾ മാപ്പിൻ്റെ ആക്സസ് കിട്ടണമെങ്കിൽ നമുക്ക് ഗൂഗിൾ മാപ്പ് ഇപ്പം ലൊക്കേഷനും കാര്യങ്ങളും നോക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ സെർച്ച് ബട്ടൺ നിൽക്കുക, ഏത് സ്ഥലമാണ് പോകേണ്ടത്. ഇപ്പോൾ ഫറൂഖ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇതേപോലെ കാണിക്കും. ഇപ്പം ഇവിടെ യെല്ലോ ആണെന്ന് ഇവിടെ ചെറിയൊരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ യെല്ലോ അതേപോലെ തന്നെ. ഇപ്പം റെഡ് ആണെങ്കിൽ നമുക്ക് ബ്ലോക്ക് ആണെങ്കിൽ റെഡും കാര്യങ്ങളും കാണിക്കും. പിന്നെ അത് നമുക്ക് ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ VT കൊടുത്താൽ എൻഡ് കൊടുത്താൽ മതി. ഓക്കെ. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്രിഡും കാര്യങ്ങളൊക്കെ. ഇപ്പം ഗ്രിഡിൽ നോക്കണം തന്നെ നമുക്ക് ഇതിലാണ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിയർ ബൈ ഗ്രിഡും കാര്യങ്ങളും ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ നമുക്ക് ഹിസ്റ്ററി നമ്മൾ സെർച്ച് ചെയ്തതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ബ്ലൂടൂത്തോട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഫോണോട് ഇപ്പോൾ കോൾസും കാര്യങ്ങളും വന്ന് നമുക്ക് അറ്റൻഡ് ചെയ്യാം. അതേപോലെ തന്നെ വാട്സാപ്പിൽ വരുന്ന മെസ്സേജും കാര്യങ്ങളും പ്രിവ്യൂ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൽ തന്നെ സംസാരിക്കാൻ പറ്റും. അല്ല, നമ്മൾ അതിന് ഹെഡ്സെറ്റ് വെച്ചാൽ മതി. ഹെൽമെറ്റ് വെക്കുമ്പോൾ ഹെൽമെറ്റ് ഉണ്ടല്ലോ അല്ലേ? അതെ, ഹാലോബിറ്റി ഹെൽമെറ്റും വരുന്നുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം മോഡും കാര്യങ്ങളും ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റും എത്ര കിലോമീറ്റർ നമുക്ക് തുടങ്ങി, എത്ര പെർസെൻറ്റേജ് ഉണ്ട് എല്ലാം നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് റൈഡിങ് കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ എത്ര കിലോമീറ്റർ ഓടുന്നു. പിന്നെ ട്രിപ്പ് നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ആ ഇതുകൊണ്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഫീച്ചേഴ്സ് വരുന്നത് വെച്ചാൽ നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആളുടെ പേര് കാണിക്കും. ഇപ്പോൾ വണ്ടി ആരുടെയാണോ ആളുടെ പേര് കാണിക്കും. അതേപോലെ തന്നെ അവരുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോക്യുമെന്റ്സും കാര്യങ്ങളും നമുക്ക് സ്ക്രീനിൽ കാണാം. പിന്നെ നമുക്ക് ഓട്ടോ ഹോൾഡ് ആണ്, വണ്ടി ബ്രേക്ക് പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ നിർത്താം. പിന്നെ ഷെയർ ലൈവ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പം നമ്മളൊരു ആപ്പിൽ നമ്മൾ ഏതെങ്കിലും ഒരാളുടെ നമ്പർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ലൊക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3 പ്രാവശ്യം സ്റ്റാർട്ട് ബട്ടണിൽ ടാപ്പ് ചെയ്താൽ മതി. ആഡ് കോൺടാക്ട് ഫ്രം ഏതൊരാൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നമ്മുടെ ലൊക്കേഷൻ അത് കൂടുതലും സ്ത്രീകൾക്കൊക്കെയാണ് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. ഇപ്പം രാത്രിയിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലും ഇപ്പം വേണ്ടപ്പെട്ടവർക്ക് അവർക്ക് ലൊക്കേഷൻ പെട്ടെന്ന് അയച്ചു കൊടുക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ അവർക്ക് ആരും അറിയാതെ നമുക്ക് 3 പ്രാവശ്യം ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ അവർ ആർക്കാണോ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് അവരുടെ വേണ്ടപ്പെട്ടവരിലോട്ട് ലൊക്കേഷൻ സെൻഡ് ആയിക്കോളും. അത് നല്ലൊരു ഫീച്ചർ ആയിട്ടാണ്. അതെ, ഹോം ലാമ്പ് വരുന്നത്. ഇപ്പോൾ രാത്രിയിലൊക്കെ നമ്മൾ വണ്ടി വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ നമ്മൾ കീ ഓഫ് ചെയ്താലും
ഒരു Light 15-20 ഇല്ലെങ്കിൽ സെക്കൻഡ് second തൊട്ടോളം light ലൈറ്റ് കത്തി കിടക്കും. കത്തി അപ്പോൾ നമുക്ക് ഫ്ലാഷ് ലൈറ്റിന്റെ ഒന്നും ആവശ്യം വരില്ല മൊബൈലിലെ. പിന്നെ നമുക്ക് സ്മാർട്ട് ഒക്കെ ഉണ്ട്, ഒപ്റ്റിമൈസ്ഡ് ചാർജിങ് വരുന്നുണ്ട്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഫോൾ സേഫും വരുന്നുണ്ട്. അതായത് വണ്ടി ഇപ്പോൾ നമ്മളിപ്പോൾ വണ്ടി ചരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പവർ കട്ട് ഓഫ് ആവും. അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് നമ്മളിപ്പോ പാനിക് ആവുന്ന സമയത്ത് വണ്ടി പാനിക് ആവുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ആക്സിലേറ്റർ കൊടുക്കും. അത് നമ്മൾ വണ്ടി പെട്ടെന്ന് മുന്നോട്ട് കുതിക്കും. അപ്പൊ അത് ആക്സിഡന്റ് കൂടുതൽ ആവത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഫോൾ സേഫ് എന്ന് പറഞ്ഞ ഫീച്ചറുകളുണ്ട്. ഫോൾ സേഫ് ആകുമ്പോൾ നമ്മൾ വണ്ടി അങ്ങനെ ചരിവെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പവർ കട്ട് ഓഫ് ആവും. അപ്പൊ നമ്മൾ ആക്സിലേറ്റർ കൊടുത്താലും വണ്ടി അനങ്ങൂല. അത് നല്ല ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇതിപ്പോ എല്ലാ മോഡലിലും ഉണ്ടാവുന്നതാണല്ലോ, പ്രോ മോഡലിലും. മെയിനായിട്ട് നമുക്ക് ഇപ്പം മിഡിലും ഫുൾ ഓപ്ഷനുമാണ് ഈ ഒരു ഫീച്ചേഴ്സ് വരുന്നത്. ഈ ഫോൾ സേഫ് കാര്യങ്ങളൊക്കെ എല്ലാ വേരിയന്റിലും പാർക്ക് അസിസ്റ്റ്, ഫോൾ സേഫ് അത് പിന്നെ നമുക്ക് ഓരോ വേരിയന്റ് അനുസരിച്ച് മാറുന്നതാണ്. അതൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ വന്ന് നോക്കുന്നതായിരിക്കും ബെറ്റർ ആവാൻ. ഇതിൽ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. സീറ്റിൽ ലെങ്ത് തന്നെ 900 mm വരുന്നുണ്ട്. അതേപോലെ തന്നെ വണ്ടി കുറച്ചൊരു ഫാമിലി സ്കൂട്ടറാണ്, അൾട്ടിമേറ്റ് ഫാമിലി സ്കൂട്ടറാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഇതിനകത്ത് 34 ലിറ്ററാണ് സ്റ്റോറേജ് സ്പേസ് വരുന്നത്. അതായത് നമുക്ക് 2 ഹെൽമെറ്റ്, അതെ ഹ്യൂജ് ആണ് വരുന്നത്. 2 ഹെൽമെറ്റ് വരെ വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ റിസ്റ്റ് ആയിരിക്കും, റിസ്റ്റയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് റിസ്റ്റയുടെ കാര്യങ്ങളല്ലേ. പിന്നെ നമുക്ക് വേറെ ഏതൊക്കെയാണ് വണ്ടികൾ ഇവിടെ ഉള്ളത്? ജസ്റ്റ് നമുക്ക് പിന്നെ വരുന്ന മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ 2 മോഡലാണ്. ഒന്ന് റിസ്റ്റ് നമ്മൾ പരിചയപ്പെട്ടല്ലോ. ഇപ്പോൾ രണ്ടാമത്തെ മോഡലാണ്, നമുക്ക് ഫസ്റ്റ് ഇറങ്ങിയ മോഡലാണ് 450. റിസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ രണ്ടാമത് നമ്മൾ ഫസ്റ്റ് ഇറങ്ങിയ മോഡലാണ് 450 എന്ന് പറയുന്ന മോഡൽ. ഈ 450 തന്നെ നമുക്ക് 4 വേരിയൻ്റ് ആണ് വരുന്നത്. ബേസ്, മിഡില്, ഫുൾ ഓപ്ഷന്, പിന്നെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. അതാണ് അപ്പൻഡാനിവത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇറക്കിയ ഒരു എഡിഷനാണ്. ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പവറും കാര്യങ്ങളും കൂടുതലാണ് വരിക. മറ്റ് മോഡൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് പവർ കൂടുതലാണ്. 7 വരും ഇതിൻ്റെ മോട്ടോർ പവർ. ഓക്കെ, ഇതിന് ടോപ്പ് കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് വരുന്ന വണ്ടിയാണ്. അങ്ങനെയാണല്ലേ. ഇത് ഒരു എനിക്ക് തോന്നുന്നു ഒരു യൂത്തിന് പറ്റിയ സെഗ്മെന്റ് ആണ് തോന്നുന്നത് കുറച്ചുകൂടി. ഇത് കാരണം ഒരു സ്റ്റൈലിഷ് ആണ്. പിന്നെ ഇത് നമുക്ക് കളർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒറ്റ കളർ മാത്രമേ ഈ ഒരു അപ്പെക്സിൽ ഇറങ്ങുന്നുള്ളൂ, വേറെ കളർ ഒന്നുമില്ല. പിന്നെ ട്രാൻസ്പെറന്റും കൂടാണ്. ഓക്കെ, ട്രാൻസ്പെറന്റ് ആണല്ലേ. ഒരു യൂണീക്നെസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റിയ മോഡൽ ഇതാണ്. ഓക്കെ, യുണീക്ക് ആയാലൊരു ഏതർ നിങ്ങളാക്കിയതാണ് ആ ഇത്. പിന്നെ വേറെ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ബ്രോ? ഇതിന് വരുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഇതിന് ടോപ്പ് സ്പീഡ് 100 കയറുന്നുണ്ട്. ഓക്കെ, മറ്റേത് വരുമ്പോൾ 90 വരെയാണ് വരുന്നത്. 100 വരെ കയറും. ഇതിന് മോഡ് വരുന്നതായിരിക്കും നമുക്ക് സ്മാർട്ടക്കോ റൈഡ് സ്പോട്ട് വോപ്പ് പ്ലസ് എന്ന് പറഞ്ഞ മോഡാണ്. മറ്റേത് വരുമ്പോൾ വോപ്പ് വരെ ഉള്ളൂ. ഇതിൽ വോപ്പ് പ്ലസ് ആണ്. വോപ്പ് പ്ലസ്സിൽ വരുമ്പോൾ നമുക്ക് ടോപ്പ് സ്പീഡ് 100 കയറും. പിന്നെ നമുക്ക് ഇതിന്റെ സ്പീഡ് തന്നെ പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് 0 to 40 കിലോമീറ്റർ സ്പീഡ് കയറാൻ വേണ്ടി ജസ്റ്റ് 2.9 സെക്കൻഡ് മതി. അതാണ് ഇതിന്റെ ഒരു യൂണിക്കായിട്ടുള്ള ഒരു ഫീച്ചർ വരിക. പിന്നെ വരുന്നത് വെച്ചാൽ നമുക്ക് മാജിക് ട്വിസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ റിസ്റ്റയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ, നമ്മളൊരു കൺവീനിയൻസ് ബ്രേക്കിങ്. പിന്നെ റിസ്റ്റയിൽ നമുക്ക് വരുന്ന സ്കിഡ് കൺട്രോൾ ആണെങ്കിൽ ഇതിൽ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടൊരു ഫീച്ചറാണ് വരുന്നത്. മൾട്ടി മോഡ് ട്രാക്ഷൻ കൺട്രോൾ ആണ് വരുന്നത്. മൾട്ടി മോഡ് ട്രാക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 3 ഇതിലാണ് വരുന്നത്. അതായത് റോഡ്, റെയിന്, റാലി. ഇപ്പം മറ്റേ നമ്മൾ സ്കിഡ് കൺട്രോൾ പറഞ്ഞ പോലെ തന്നെ ഇതിൽ വരും ട്രാക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട്. റോഡാണെങ്കിൽ നമ്മൾ സാധാരണ റോഡ് മോഡിലിട്ട് വണ്ടി ഓടിക്കാം. ഇനി മഴക്കാലത്തൊക്കെയാണ് റെയിൻ മോഡ് ഇടാം. റെയിൻ മോഡാണ് ഇതേപോലെ തന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ചെയ്യുന്നതാണ്. പിന്നെ വരുന്ന റാലി മോഡ്, അതായത് കുറച്ച് ഫണ്ണി ആയിട്ടൊക്കെ നമുക്ക് കുറച്ച് അഡ്വഞ്ചർ ആയിട്ട് വണ്ടി സ്ലൈഡൊക്കെ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആണെങ്കിൽ നമുക്ക് റാലി മോഡ് ഇട്ടാലും മതി. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സേഫർ ഇതൊക്കെയാണ് തോന്നുന്നു അല്ലേ? ഇപ്പം മഴയും കൂടി ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു മോഡലിൽ, അതായത് നമ്മളിപ്പം 2 വേരിയന്റിലോട്ട് നമ്മൾ 2 മോഡലിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. 450ക്കും കൊണ്ടുവന്നിട്ടുണ്ട്, അതേപോലെ നമ്മൾ ആ റിസ്റ്റിക്കും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ട്രാക്ഷൻ കൺട്രോളും കാര്യങ്ങളും കുറച്ചൊരു സേഫ്റ്റിയാണ് വണ്ടി. നമുക്ക് ആൾക്കാർ ഓടിക്കുമ്പോൾ വണ്ടി പേടിഡ് ആവുന്ന ഒരു പേടി കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പിന്നെ നമുക്ക് അതിന്റെ തൊട്ട് താഴത്തെ വേരിയന്റ് ആണ് ഫുൾ ഓപ്ഷൻ. അപ്പെക്സിന് തൊട്ട് താഴെ വരുന്നതാണ് ഫുൾ ഓപ്ഷൻ. അതായത് 450 സീരീസിലെ XHR എന്ന് പറയും. ഫുൾ ഓപ്ഷനിൽ വരുമ്പോൾ നമുക്ക് റേഞ്ചും കാര്യങ്ങളും 130 വരുന്നത്. ട്രൂ റേഞ്ച് കിട്ടുന്നത് IDC റേഞ്ച് 161. നമുക്ക് ട്രൂ റേഞ്ച് നമുക്ക് 130 കിലോമീറ്റർ റേഞ്ച് കിട്ടും. 130 കിട്ടുന്നുണ്ട്. പിന്നെ ബാറ്ററിയുടെ കപ്പാസിറ്റി വരുമ്പോൾ 3.7 ആണ്. 3.7 ആണ്. നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ചാർജർ എന്ന് പറഞ്ഞാൽ 700 വാട്ടിൻ്റെ ചാർജറാണ്.
700 വാട്ടാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ചാർജർ. അപ്പോൾ നമുക്ക് വീട്ടിൽ ചാർജ് 0 to 100 4 കൊണ്ട് കറണ്ട് മാത്രമേ ആകെ എടുക്കത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ കോഴിക്കോടൊക്കെ അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് ആവറേജ് ഒരു 7 to 8 ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ചിലപ്പോൾ 20-21 റുപ്പീസൊക്കെ മാത്രമേ അല്ലെങ്കിൽ 24 റുപ്പീസൊക്കെ മാക്സിമം വരത്തുള്ളൂ. നമുക്ക് ആ ഒരു ഫുൾ ചാർജ് 130 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന നമുക്ക് എനർജി നമുക്ക് പ്രൈസും കാര്യങ്ങളും വരത്തുള്ളൂ. ഇതിൽ വേറെ ഏതൊക്കെയായിരുന്നു മോഡൽ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ബേസും പിന്നെ മിഡിലുമാണ്. അതായത് 450X 2.9 kW ആണ് വരുന്നത്. ഓക്കെ. അതിൽ വരുന്ന ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3.7 kW 450X 3.7 kW അതേ ഫീച്ചർ തന്നെ നമുക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. സ്ക്രീനിലാണെങ്കിലും എല്ലാം സെയിം തന്നെയാണ്. ആകെ ഒരു വ്യത്യാസം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ റേഞ്ചിലാണ്. റേഞ്ച് വരുമ്പോൾ 130, മറ്റേത് IDC റേഞ്ച് 161 വരുമ്പോൾ 130 റേഞ്ച് കിട്ടുമ്പോൾ 2.9 kW വരുമ്പോൾ നമുക്ക് IDC റേഞ്ച് വരുന്നത് 126 അതിൽ നമുക്ക് 105 കിലോമീറ്റർ ട്രൂ റേഞ്ച് കിട്ടുന്നതാണ്. ബാറ്ററിയുടെ കപ്പാസിറ്റി വരുമ്പോൾ 2.9 ആണ്. പിന്നെ നമുക്ക് ചാർജിങ് ടൈം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 4.5 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം 700 വാട്ടിൻ്റെ ചാർജറാണ് ഈ മിഡിൽ വരുന്നത്. ഫുൾ ഓപ്ഷനിൽ 700 വാട്ടിൻ്റെ ചാർജറാണ്. അതേപോലെ തന്നെ മിഡിൽ വരുമ്പോഴും 700 വാട്ടിൻ്റെ ചാർജറാണ്. അപ്പോൾ ബാറ്ററി കപ്പാസിറ്റി കുറയുന്നതനുസരിച്ച് നമുക്ക് ചാർജിങ് ടൈം കുറവാണ് വരുന്നത്. പിന്നെ വരുന്നത് ബേസ് മോഡൽ. ബേസ് മോഡലിൽ മോട്ടോർ പവർ വരുമ്പോൾ നമുക്ക് 5.4 ആണ് വരുന്നത്. അതിൽ നമുക്ക് മോഡും കാര്യങ്ങളും വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് എക്കോ റൈഡ് സ്പോട്ട് എന്ന് പറഞ്ഞ മോഡ് മാത്രമേ 3 മോഡാണ് അതിലോട്ട് വരിക. അത് ടച്ച് സ്ക്രീൻ അല്ല വരുന്നത്, നോൺ ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്. സാധാരണ ലോ ടൈപ്പ് സ്ക്രീൻ തന്നെയാണ് വരുന്നത്. അതിൽ നമുക്ക് ഗൂഗിൾ മാപ്പിൻ്റെ ആക്സസ് ഉണ്ടാവില്ല. നമുക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷനാണ് വരിക. ഓക്കെ. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് അഡീഷണൽ ആയിട്ടുള്ള മിഡിലെയും ഫുൾ ഓപ്ഷനിലെയും ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ബേസ് മോഡിൽ വരുന്നില്ല. ഇതാണ് നമുക്ക് ഈ ഒരു 4 വേരിയന്റിൽ ഡിഫറൻസ് വരും. ഓക്കെ. ഇനി ബ്രോ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ മാസം മാറും തോന്നുന്നു അല്ലേ? യെസ് യെസ്. അപ്പോൾ നമുക്ക് ബ്രോന്റെ ഡീറ്റെയിൽസ് കൊടുക്കാനും ബ്രോ വിളിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ. ഇപ്പം എന്തെങ്കിലും ഓഫേഴ്സ്? ഇപ്പോൾ കറന്റ് നമുക്കിപ്പോൾ ഓഫർ റൺ ചെയ്യുന്നത് നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ഓഫറാണ്. അതായത് ഫ്ലിപ്കാർട്ട് ത്രൂ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് ഇത്ര രൂപ 4000 റുപ്പീസ് അതേപോലെ തന്നെ 3000 റുപ്പീസിൻ്റെ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ടാവും. പിന്നെ അത് ത്രൂ തന്നെ നമ്മൾ റെഡി ക്യാഷ്, അതായത് ക്രെഡിറ്റ് കാർഡ് ത്രൂ നമ്മൾ റെഡി ക്യാഷ് എടുക്കുമ്പോഴും അതിനും ഇത്ര രൂപ എന്നുള്ളത് നമ്മൾ ഓഫേഴ്സ് വരുന്നത്. അത് ഓരോ ക്രെഡിറ്റ് കാർഡിൻ്റെ ഇത് വെച്ചാണ് ഓഫർ വരിക. പിന്നെ ക്രെഡിറ്റ് കാർഡ് നമ്മൾ EMI കൺവേർട്ട് ചെയ്യുമ്പോഴും നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ഓഫേഴ്സ് ആണ്. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി നമുക്കുണ്ട്. എനിക്ക് തോന്നുന്നു വേറെ ആരും ചെയ്യാത്തൊരു സാധനം ഇവിടെ ഉണ്ട്. വണ്ടിയുടെ ഓൾ ഷാസി ഇവിടെ വെച്ചിട്ടുണ്ട്. ബാറ്ററി. അപ്പോൾ ബാറ്ററി നമ്മൾ ഇങ്ങനെ ഡിസ്പ്ലേ വെച്ചേക്കും. അതേപോലെ തന്നെ മോട്ടറിൻ്റെ ആണ് ഇത് വരുന്നത്. ഇത് ഫുൾ അലൂമിനിയം ആണ് വരുന്നത്. അലൂമിനിയം ഷാസി കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇത് വരുന്നത് അല്ലേ, ബാറ്ററി വരുന്നത്. മോട്ടറിൻ്റെ ഇവിടെയാണ് മോട്ടർ സാധനങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയുടെയും ഷാസി ഇതേപോലെ തന്നെ. റിസ്റ്റയ്ക്ക് മാത്രം കുറച്ച് വ്യത്യാസം ഉണ്ടാവും. റിസ്റ്റയ്ക്ക് കുറച്ച് വ്യത്യാസം വരും. കാരണം റിസ്റ്റ കുറച്ച് ലെങ്ത് കൂടുതലായതുകൊണ്ട് തന്നെ ഇങ്ങനെ ആയിരിക്കില്ല അതിൻ്റെ ഒരു ഇത് വരുന്നതല്ലേ. ബാക്കിലോട്ട് കുറച്ച് വ്യത്യാസം വരും. ഓക്കെ. അപ്പോൾ ഇവിടെയാണ് മോട്ടറും കാര്യങ്ങളൊക്കെ. ബെൽറ്റാണ് ഡ്രിവൺ ആയിട്ട് വരുന്നത്. ഇതൊക്കെയാണ് വണ്ടിയുടെ ഇന്നർ. എനിക്ക് തോന്നുന്നു വേറെ ആരും ചെയ്യാത്ത കാര്യമാണ് ഇതർ ചെയ്യുന്നത് തോന്നുന്നു. എല്ലാ ഷോറൂമിലും ഇങ്ങനെ ഷാസി കാര്യങ്ങളൊക്കെ വെക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ബ്രോൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കാം. ഓക്കെ. താങ്ക് യു വാല്യുബിൾ അപ്ഡേറ്റ്. താങ്ക് യു. ഓക്കെ. അപ്പോൾ അതിൻ്റെ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചു നോക്കാം. പുള്ളിയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. വണ്ടി സർവീസ് ലൊക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. സർവീസിലേക്ക് നമ്മൾ പോകുന്നില്ല. അവരെ പണി നമ്മൾ ബുദ്ധിമുട്ടാക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചു നോക്കാം എത്രയായി റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് കാണിച്ചു. ഹായ് ബ്രോ എന്താ ചെയ്യുന്നത്? സർവീസ്. അപ്പോൾ നമുക്ക് സർവീസിൻ്റെ കാര്യങ്ങൾ കൂടുതൽ അറിയാം. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് വണ്ടിയാണല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ എങ്ങനെയാണ് സർവീസും കാര്യങ്ങളൊക്കെ വരുന്നത്? എന്താണ് ഒരു നോർമൽ 450 2 വെഹിക്കിൾസാണ് നമ്മൾ അണ്ടറിൽ ഇപ്പോൾ ഉള്ളത്. റെസ്ക്യൂ ഉണ്ട്, 2 വേരിയൻസും ഉണ്ട്, 450 ഉണ്ട്. അതിൽ 450 വരാണെങ്കിൽ അറൗണ്ട് 767 വരും, ഇൻക്ലൂഡിങ് GST സർവീസ്. അത് ബേസിക് ഒരു പീരിയോഡിക് മെയിൻ്റെനൻസ് തന്നെയാണ് എല്ലാ വാഹനത്തിനും വരുന്നത്. റിസ്റ്റിൽ ചെറിയ ഡിഫറൻസ് വരും. അത് ലൂബ്രിക്കേഷൻ്റെ കാര്യങ്ങളും കൂടുതൽ ആ റിസ്റ്റിലേക്ക് വരുന്നുണ്ട്. കുറച്ച് കിറ്റും കാര്യങ്ങളും ബെൽറ്റ്സും അഡീഷണൽ കാര്യങ്ങളുള്ളതുകൊണ്ട് റിസ്റ്റിക്ക് അറൗണ്ട് ഒരു 100 റുപ്പീസ് അഡീഷണൽ വരും മാക്സിമം. 867 ആ റേഞ്ച് മാക്സിമം വരുള്ളൂ. ഇതിന് എങ്ങനെയാണ് ഫ്രീക്വൻസി ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഫ്രീക്വൻസി വെച്ച് എങ്ങനെ കിലോമീറ്റേഴ്സ് ആണ്. വൈസ് എല്ലാം നമ്മൾ നോക്കുക. നമ്മൾ കിലോമീറ്റർ വേരിയൻറ്റിലാണ് നമ്മൾ നോക്കുന്നത് സർവീസിൻ്റെ കാര്യങ്ങൾ.
ഓക്കെ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് അങ്ങനെയൊക്കെ സാധാരണ നോർമൽ ഇഷ്യൂസ് വരല് മെയിൻ ഡിസ്ക് പാഡിൻ്റെ ഇഷ്യൂസ് ആണ് വരില്ല. ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഇഷ്യൂ റെയിനി സീസൺ ആയതുകൊണ്ട് കൂടുതൽ രീതിയിൽ മോയ്സ്ചറും കാര്യങ്ങളും വാട്ടറും കാര്യങ്ങളും കയറുന്നതുകൊണ്ട് നമുക്ക് ഡിസ്കിൽ സ്ക്രാച്ചസും കാര്യങ്ങളും വരാൻ ചാൻസസ് ഉണ്ട്. യൂഷ്വലി അത് വരുന്നുള്ളൂ. പിന്നെ വരുന്നത് ഫോക്ക് അഡ്ജസ്റ്റ്മെന്റ്. അത് നമ്മൾ ഓരോ കസ്റ്റംസ് ഓരോ ഡിപ്പെൻഡ് യൂസേജസിലാണ് വരുന്നത്. പിന്നെ റാഷ് ഡ്രൈവേഴ്സ് നമ്മളിപ്പോൾ റോഡ് കണ്ടീഷൻ വെച്ച് നോക്കണം ഓരോ സ്ഥലവും ഓരോ ടൈപ്പാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ യൂഷ്വലി ആ ഒരു ചെറിയൊരു മെയിൻ്റെനൻസ് കാര്യങ്ങൾ വരുന്നുള്ളൂ. ഓവറോൾ വേറെ ഇഷ്യൂസ് ഒന്നും നമ്മുടെ സർവീസിൽ വരുന്നില്ല. മേജറായിട്ട് തന്നെ പീരിയോഡിക് സർവീസിൽ തന്നെയാണ് വാഹനങ്ങൾ വരുന്നത്. അല്ല, നമ്മൾ ഇപ്പം മഴയൊക്കെയാണ്, ഇപ്പോൾ എങ്ങനെ ഓടിക്കേണ്ടത് എന്തെങ്കിലും ഒരു ഏകദേശം നമ്മൾ കഴിയണതും നമ്മളിപ്പോൾ ഈ പറഞ്ഞമാതിരി 3 വേരിയൻസ് വരുന്നുണ്ട്. ഇപ്പോൾ റിസ്റ്റയിൽ വരികയാണെങ്കിൽ 2 എക്കോ മോഡ്സ് ആണ് വരുന്നത്. അതിൽ മാക്സിമം നമ്മൾ ടോർക്ക് കൊടുക്കാണ്ട് യൂസ് ചെയ്യുന്ന ഏറ്റവും ബെനിഫിറ്റ്. കാരണം മഴയും കാര്യങ്ങളും നമുക്ക് സ്റ്റിയറിംഗ് നമുക്ക് വൊബ്ലിങ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ റോഡ് അത്യാവശ്യം വെറ്റി ആയതുകൊണ്ട് കുറച്ചുകൂടി സെൻസിറ്റീവ് ആണ് ടൈസിൽ വരിക. അപ്പം നമ്മൾ യൂഷ്വലി മാക്സിമം ഒരു മോഡറേറ്റ് സ്പീഡ് 50 to 60 ബിലോ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ, ഇപ്പോഴത്തെ റെയിനി സീസൺ നമ്മൾ ക്ലൈമറ്റ് വെച്ച് നോക്കണം, നമ്മളെ ഹെൽത്ത് വെച്ച് നോക്കണം, വെഹിക്കിളിൻ്റെ കണ്ടീഷൻ വെച്ച് നോക്കണം. രണ്ടും ഈ ഒരു മെയിൻ്റെനൻസിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇപ്പം നാളെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ആരൊക്കെ വെള്ളത്തിലൊക്കെ ഇറക്കുന്നു. അതെ, അതെന്ന് വെച്ചാൽ അതിന് ഏതൊരു വാഹനത്തിനായാലും അതിന് ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കാറാണെങ്കിലും 2-വീലർ ആണെങ്കിലും നമുക്കൊരു ഫ്ലോർ മെയിൻ്റെനൻസ് ലെവലുണ്ട്. അതിൽ ഈ വാഹനത്തിന് വെച്ച് നോക്കുകയാണെങ്കിൽ മാക്സിമം നമ്മൾ ഫുട് ബോർഡ് നമ്മൾ കാല് വെക്കുന്ന സ്പേസ് ആണ് മാക്സിമം പ്ലാറ്റ്ഫോം വരുന്നത്. അതിന് മുകളിലേക്ക് ഇൻക്രീസ് ആവുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി വെള്ളം കയറാൻ വളരെ ചാൻസസ് ഉണ്ട്. വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ വാട്ടർ പ്രൂഫ് അല്ല. കസ്റ്റമറുടെ മിക്കൊരു തെറ്റിദ്ധാരണയാണ് വാട്ടർ റെസിസ്റ്റൻറ്റ് പറയുന്നത് നമുക്ക് വെള്ളത്തിലൂടെ യൂസ് ചെയ്തൂടെ, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കൊണ്ടുപോയിക്കൊള്ള ധാരണയുണ്ട്. അതൊരു മേജർ ഒരു തെറ്റാണ്. അത് കസ്റ്റമർ അറിയില്ല, നമ്മളിപ്പോഴും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വാട്ടർ റെസിസ്റ്റൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ സ്പ്ലാഷ് പ്രൂഫ് മോയ്സ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മഴയത്ത് ഓടിച്ചാലൊന്നും വലിയ പ്രശ്നമില്ല. ചെറിയ ചെറിയ ഓട്ടത്തിലോ ആണെങ്കിൽ ഇഷ്യൂസ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ മൈൻഡ് ചെയ്താലേ നമുക്ക് നമ്മൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ നമ്മൾ വാഹനത്തിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ ഇത് മാത്രം നമ്മൾ കെയർ ചെയ്താൽ നമുക്ക് എത്രത്തോളം നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും. അവരുടെ പേര് ഞാൻ ചോദിക്കാം. എൻ്റെ പേര് രാഹുൽ. ഓക്കെ, താങ്ക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇതൊരു ലോങ് വീഡിയോ ആണ്, ഇൻഡെപ്ത് വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. ഇപ്പോൾ ഇനി എന്തെങ്കിലും ഇതിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ, ബാക്കി ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും മറക്കല്ലേ.